നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പം പ്രാർത്ഥന ചൊല്ലാനായി ബിന്ദു ശ്രീറാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഭാവന സദാ പുരിഞ്ഞിടേണമേ സനാതന പ്രകാശ. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നത്. ഇപ്പോ നമ്മുടെ നമ്പൂതിരിമാരുടെ അല്ലെങ്കിൽ അന്തർജനങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു കുട്ടി ഒരു അമ്മയുടെ വയറ്റിൽ രൂപം കൊള്ളുമ്പോൾ തന്നെ നമ്മുടെ പലതരത്തിലുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തുടങ്ങും. നമ്മളത് എന്താ പറയുക ചിട്ടയായി ചെയ്യും. പിന്നെ ഇപ്പൊ നമുക്ക് പല അസൗകര്യങ്ങൾ മൂലവും എന്താ പറയാ നമ്മുടെ സമയക്കുറവ് മൂലം ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതിനെ പറ്റിയിട്ട് വലിയ ഗ്രാഹ്യം ഇല്ല. ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങനെ വലിയ ഗ്രാഹ്യമില്ല. എന്നാൽ എൻ്റെ അമ്മയൊക്കെ പണ്ട് എന്താ പറയാ അടുപ്പിലെ ഗണപതി നേദിക്കൽ എല്ലാം കൃത്യമായിട്ട് ചെയ്തു പോകുന്ന ഒരാളാണ് അമ്മ. അപ്പോൾ എനിക്ക് ഒക്കെ അതിനെ പറ്റിയിട്ട് വല്ലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അങ്ങനത്തെ അറിവേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലാകുമ്പോൾ എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് ഒരു അറിവ് പങ്കുവെക്കാൻ പറ്റുന്നു. എല്ലാവർക്കും എന്താ പറയാ നമ്മുടെ അന്യം നിന്ന് പോകുന്ന എന്താ പറയാ ആചാരാനുഷ്ഠാനങ്ങളെ പറ്റി അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ മീറ്റിംഗിൽ ഈ വെബിനാറിലേക്ക് ഞാൻ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. പരിപാടി ആരംഭിക്കുകയാണ്. 3-4 മാസങ്ങളായിട്ട് 2ാം ശനിയാഴ്ചകൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനായിട്ട് വൈകുന്നേരങ്ങൾ മാറ്റിവെച്ചേക്കാണ്. കഴിഞ്ഞ മാസത്തിലെ 2ാം ശനിയാഴ്ച എനിക്കിതിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഞാൻ പഠിച്ച കോളേജിലെ അധ്യാപകരൊക്കെ കൂടി ചേർന്നിട്ട് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് ചില ഡ്യൂട്ടികൾ കിട്ടിയിരുന്നു. അപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച 2ാം ശനിയാഴ്ച ഞാൻ പങ്കെടുത്തില്ല. അത് ഖേദപൂർവ്വം അറിയിക്കട്ടെ. ഇതൊരു നല്ല പരിപാടിയാണ്. നമുക്ക് എല്ലാവർക്കും മറന്ന് തുടങ്ങിയതായ സംസ്കാരത്തെ വീണ്ടെടുക്കുകയാണ് എന്നുള്ളത് ശ്രീകുട്ടി ആദ്യം തന്നെ സൂചിപ്പിച്ചു. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർമ്മിക്കെങ്കിലും വേണമല്ലോ. ഒക്കെ കൂടിയിട്ട് മറന്നുപോയി അടുത്തൊരു തലമുറയ്ക്ക് ഒന്നും കൊടുക്കാനില്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത്. ഇവിടെ ഒന്നുമില്ല എന്ന് സ്ഥാപിക്കാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന് സംസ്കാരം എന്ന് പറയുന്നത് പൂജ്യമാണ്, വല്ലയിടത്തുനിന്നൊക്കെ വന്നതേ ഉള്ളൂ എന്ന് സ്ഥാപിക്കാൻ പലരും പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതൊക്കെ ഇവിടെ തന്നെ നിലനിന്നിരുന്നതാണ്. നമുക്ക് മറ്റെല്ലാ രാജ്യങ്ങളിലും ഭാരതത്തിലും നടന്നിരുന്നത് പോലെ തന്നെ സ്ത്രീകൾക്ക് പ്രാധാന്യം കുറവ് തന്നെ ആയിരുന്നുവെങ്കിലും സ്ത്രീകള് ഈ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്ത്ര സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കൂടി വർത്തിച്ചിരുന്നു എന്നുള്ളത് അതും നമ്മൾ മനസ്സിലാക്കണം. പുരുഷന്മാര് കൈകാര്യം ചെയ്തിരുന്ന അത്ര വലിയ ചില താന്ത്രികമായിട്ടുള്ള ക്രിയകളിലേക്ക് കടന്നിട്ടില്ല എങ്കിലും ഒരു കുടുംബത്തില് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ തരത്തില് ഒരു അച്ചടക്കം അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള അവബോധം എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതില് സ്ത്രീകൾ നല്ലൊരു പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളത് ഇത്രയും ദിവസത്തെ, ഇതൊന്നും പോരാതെ 2ാം ശനിയാഴ്ചകൾ മാത്രമല്ലാതെ ഞായറാഴ്ചകളിലും ചർച്ചകൾ നടക്കാറുണ്ട്. പല ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറെ പേര് ഇതിൽ നല്ല ഉത്സാഹം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അറിയാത്തതിനെ അറിയാൻ വേണ്ടിയിട്ട് ചിലരതിനെ അതങ്ങോട്ട് പൊക്കോട്ടെ എന്നുള്ളൊരു രീതിയിൽ എടുക്കുമ്പോൾ പലരും അറിയണം എന്നുള്ള ആ മോഹത്തോടു കൂടി വരുന്നവരുണ്ട്. അപ്പൊ അവരെ എന്തായാലും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഈ ഒരു സംരംഭം വളരെ അനുമോദനം അർഹിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. സ്ത്രീകളായിട്ട് ചെയ്യുന്നതായ പലതരം ആചാരങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു വരികയാണ്. ഇന്നത്തെ പ്രബന്ധം എന്ന് പറയുന്നത് അത് നേദിക്കുക എന്നുള്ളൊരു ചടങ്ങാണ്. നിവേദിക്കുക എന്നുള്ള സംസ്കൃത പദമാണ് അത്. നിവേദിക്കുക എന്ന് വെച്ചാൽ നമുക്കുള്ളത് സമർപ്പിക്കുക, അതാണ് അർത്ഥം. അപ്പൊ എന്താണ് ഈ ഒരു നേദിക്കുക എന്നുള്ള ചടങ്ങില് എന്താണ് സ്ത്രീകള് അതെങ്ങനെയാണ് ചെയ്തിരുന്നത്? ഏറ്റവും ലളിതമായ രീതിയിലുള്ള നേദിക്കലിനെ കുറിച്ച് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത് സാവിത്രി പീഡി ആണ്. നമ്മൾ 4-5 പേരാണ് ഈ ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുത്തു വരുന്നത്. അതിൽ ഞാൻ പ്രബന്ധമൊന്നും അവതരിപ്പിക്കണില്ല, ചർച്ചയില് അതിനെ മോഡറേറ്റ് ചെയ്യണേ ഉള്ളൂ. ഈ വിഷയമായിട്ട് നല്ല അവഗാഹമുള്ള ആൾക്കാരാണ് ബാക്കി എല്ലാവരും. വെടിയൂര് വിജയടത്തി ഉണ്ട്, സീനിയോറിറ്റി ക്രമത്തിൽ പറയാണ് അത്. അതുപോലെ അണിമംഗലത്ത് സാവിത്രി അടുത്തി ഉണ്ട്, പിന്നെ ഗീതാ പി കോറമംഗലം ഗീതടുത്തി ഉണ്ട്, പിന്നെ പി ഡി സാവിത്രി രമ എന്ന് വിളിക്കുന്ന പി ഡി സാവിത്രി ഉണ്ട്,
ഹേമയുണ്ട്. ഇങ്ങനെ 5 പേരാണ് അതില് ചർച്ചകളിൽ എടുത്തിരുന്നത്. ഇന്ന് പക്ഷെ അതില് 2-3 പേര് ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഓരോ തിരക്കുകൾ അറിയിച്ചിരുന്നു. അപ്പൊ പ്രബന്ധ അവതരണം അതിനോടൊപ്പം അണിമംഗലത്തെ സാവിത്രിയെടുത്തി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ജോയിൻ ചെയ്തോന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. ഉണ്ടെങ്കിൽ സാവിത്രിയെടുത്തിയും ഇതില് ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോ PD സാവിത്രിയെ പ്രബന്ധാവതരണത്തിന് ക്ഷണിക്കണു. ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു സംശയം ചോദിച്ചിരുന്നു, റെക്കോർഡഡ് വേർഷൻ ഇതിന്റെ കിട്ടില്ലേ, പിന്നീട് അത് ലഭിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് ഇപ്പൊ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര ആവശ്യം തോന്നില്ല. കുറച്ചു കാലം കഴിയുമ്പോഴാണ് ആ ഒരു ക്ലാസ് എന്തായിരുന്നു, അതിലെന്താ പറഞ്ഞത് എന്നൊക്കെ ചിലപ്പോൾ അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിന്ന് വരും. പുറമേ നിന്നുള്ള ആൾക്കാർ ചിലപ്പോൾ പലതും ചോദിക്കും, അപ്പൊ നമുക്ക് ഉത്തരം ഉണ്ടായിന്ന് വരില്ല. അപ്പൊ ഇതൊക്കെ റെക്കോർഡഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാലോ, അത് വളരെ ഒരു ആവശ്യമാണ്. അപ്പോ പ്രിയപ്പെട്ട സാവിത്രിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രബന്ധം അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇതൊരു പ്രബന്ധമായിട്ട് അവതരിക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം നമുക്ക് ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലാണ് ഏറ്റവും ലളിതമായ രീതിയിലുള്ള നേടിക്കലാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ചില സാധനങ്ങളുടെയൊക്കെ ഒരു പവർ പോയിന്റ് റെഡിയാക്കിയിട്ടുണ്ട്. കാരണം ചിലത് പറഞ്ഞാൽ എന്താ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് മാത്രമാണ്. അത് എല്ലാവർക്കും അറിയില്ല എന്നൊന്നും അതിനർത്ഥമില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ നന്നായിട്ട് എന്നെക്കാളും വളരെ ഭംഗിയായിട്ട് ഇതൊക്കെ ചെയ്യാൻ അറിയണ അനവധി പേരുണ്ട് കൂട്ടത്തിലെന്ന് എനിക്കറിയാം. അവരുടെയൊക്കെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അരിക്കകത്തു കൈവിരൽ പിടിച്ചു വച്ചൊരക്ഷരം വരച്ച നാൾ തുടങ്ങി എന്റെ മേൽ ഗതിക്കുവാൻ ചയാ പരിശ്രമിച്ച പൂജ്യപാദരായൊരൻ ഗുരുക്കളെ പരം വിനീതയായി ഞാൻ നമസ്കരിച്ചിട്ടുന്നിതാ. നമുക്ക് ഏവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ആളുകളെ നമസ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് ഗുരുക്കന്മാർക്കോ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കോ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം, ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ ആചാര്യപാദങ്ങളിലൊക്കെ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങാം. ഈ പറഞ്ഞ പോലെ സരിത സൂചിപ്പിച്ച പോലെ ആചാരങ്ങൾക്ക് ഇവിടെ ഒരു പഞ്ഞവും ഇല്ല ശരിക്ക്. അത് ആചരിക്കുമ്പോഴേ ആചാരമാവുള്ളൂ എന്ന് മാത്രം. വെറുതെ ആചാരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആചരിക്കണം. അപ്പം ഈ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു, ഈ നേരികളൊക്കെ എവിടെ വെച്ച് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, വേണം എങ്കിൽ. അതാണ്, വേണമെങ്കിൽ ചക്ക വേരും കായ്ക്കും എന്നുള്ള പോലെ എവിടെ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ആ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സമർപ്പണത്തോടു കൂടി ചെയ്യുമ്പോഴേ നിവേദിക്കലാവുള്ളൂനും. ഈ നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രയോഗം വഴിപാട് കഴിക്കാന്ന് പറഞ്ഞാൽ, വഴിപാട് കഴിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും മനസ്സ് ശുദ്ധമായിട്ട് അർപ്പിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ അതിന്റെ രീതിയൊക്കെ മാറ്റിയെടുത്തു. വഴിപാടായി കഴിക്കാന്ന് പറഞ്ഞാൽ വെറുതെ ഒരു മനസ്സൂല്ലാണ്ട് ചെയ്യണ അതിനായി ഇപ്പൊ അത് പറയല്ലേ. പക്ഷെ നിവേദിക്കലും അങ്ങനെ ആവരുത്. അത് ഏറ്റവും അർപ്പണ ബോധത്തോടു കൂടി നമ്മൾ ഈശ്വരന് സമർപ്പിക്കുന്നതാണ്. അത് ഈശ്വരനെന്നല്ല, ആർക്കും സമർപ്പിക്കാം. ആർക്ക് സമർപ്പിച്ചാലും അത് നൈവേദ്യമാകും, നമ്മള് മനസ്സറിഞ്ഞ് ചെയ്താൽ എന്ന് മാത്രം. അപ്പൊ ഞാൻ അതിന്റെ ഒരു നേദിക്കണേന്റെ ഒരു ക്രമം പറഞ്ഞു പോവാം. ഗണപതിക്ക് നേദിക്കുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം വല്ലാതെ എല്ലാത്തിനെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിൽ നിൽക്കില്ല. അപ്പൊ കേവലം ആ ഏറ്റവും ഒരു കുട്ടി, സാധാരണ ഒരു പെൺകുട്ടി നേദിച്ചു തുടങ്ങുമ്പോ ആദ്യം ഗണപതിക്കാണ് നേദിക്കുക. അത് ആ ഒരു തരത്തിൽ മാത്രം ഞാൻ പറയുകയാണ്. അതിന് വേണ്ട സാധനങ്ങൾ ചിലതുണ്ട്. അപ്പൊ അതൊക്കെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിക്കണം. ആദ്യം നമ്മൾ വിളക്ക് കൊളുത്തി വെക്കണം. അതിനുശേഷം കിണ്ടി, 2 കിണ്ടി വേണം, വലത്ത് കിണ്ടിയും ഇടത്ത് കിണ്ടിയും. സാധാരണ വലത്ത് കിണ്ടി ഇത്തിരി വലുതായിരിക്കും, അതിന് ഒരുപോലെ അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സാധാരണ വലത്ത് കിണ്ടി വെക്കുമ്പോ അത് ഇത്തിരി വലുതാണ് പതിവ്. അടുത്തത് ശംഖകാല. ഓക്കെ. ശംഖകാലാണത്. ഇതുവരെ ശംഖ് താഴെ വെക്കില്ല, അപ്പൊ ശംഖകാല എൽമേ വെക്കാറുള്ളൂ. ഇതാണ് ശംഖകാല. കാണാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ, പലർക്കും അറിയുണ്ടാവും, എങ്കിലും ചന്ദനോടം. ഈ 4 സാധനങ്ങളാണ് നമ്മൾ പ്രാഥമികമായിട്ട് എടുക്കേണ്ടത്. പിന്നെ ഇത് ഇങ്ങനെ ക്രമത്തില്
ഏറ്റവും ഇടത്തെ അറ്റത്ത് കിണ്ടി, പിന്നെ ഒരു കിണ്ടി, പിന്നെ ശംഖ, പിന്നെ ചന്ദനോടം. ഇങ്ങനെയാണ് അതിന്റെ ക്രമം വയ്ക്കുന്നത്. അതിന്റെ വലത്തുവശത്തായിട്ട് നമ്മൾ പൂപ്പാൽ വയ്ക്കും. ഇനി പൂവ് സാധാരണ ഇപ്പൊ ഉപയോഗിക്കുന്ന പൂക്കൾ തനി നാടൻ പൂക്കൾ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അത് തന്നെ ചില സ്ഥലങ്ങളിൽ തുളസിയും ചെത്തിയും മാത്രമൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അതൊക്കെ പൂക്കളൊക്കെ അറിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരുക്കി നമ്മൾ ഇത് ഉണ്ടാവേണ്ട കാര്യങ്ങള് പ്രധാനമായിട്ട്. ഇനി സാധാരണ കുളിച്ചു വന്നു കഴിഞ്ഞാൽ ചന്ദനം കുറിയിടാണ്ട്, ഉമ്മറപ്പടി ചവിട്ടുന്നതിന് മുമ്പ് ചന്ദനം കുറിയിടുന്നത്. ചന്ദനം കുറിയിടാണ്ട് അകത്തേക്ക് കിടക്കാൻ പാടില്ല എന്നാണ് പണ്ട് പറയാറുള്ളത്. അപ്പോ കുട്ടിക്കാലത്ത് നമ്മൾ കുറച്ച് ദുശ്ചോദ്യം ചോദിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കാറുണ്ട്, പിന്നെ എങ്ങനെ ചന്ദനം അരയ്ക്കുക കടക്കാണ്ട് എന്നൊക്കെ ചോദിക്കും. എന്നാലും ചാണം തൊട്ടെങ്കിലും തൊടണം എന്ന് പറയാറുണ്ട്. അത് കഴിഞ്ഞ് ചന്ദനം കൂടിയിട്ട് വെള്ളമൊക്കെ എടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക. കിഴക്കോട്ട് തിരിഞ്ഞാണ് സാധാരണ പെങ്കിടാങ്ങൾ നേരിക്കാറുള്ളത്. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക, അവണപ്പലകയിലിരിക്കുക. ഞാൻ പലകയുടെ ഫോട്ടോ എടുത്ത് ഇടാൻ മറന്നു. കണ്ടിട്ടുണ്ടാവും എല്ലാവരും. എങ്കിലും ഞാൻ ഇട്ടപ്പോ എല്ലാം ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അത് മറന്നുപോയി അവസാന നിമിഷം. ഇപ്പൊ ഓർത്തപ്പോ ക്വാർട്ടേഴ്സിൽ അതില്ല, അതുകൊണ്ട് എനിക്ക് എന്റെ ഫോട്ടോ എടുക്കാനും പറ്റിയില്ല. അങ്ങനെ കിണ്ടിയിൽ വെള്ളം നിറയ്ക്കുക. കിണ്ടിയിൽ വെള്ളം നിറച്ചിട്ട് ചന്ദനം പൂവും കൂടിയിട്ട് ആ വലത്തെ കിണ്ടിയിലിടും. നമ്മള് കിണ്ടി വെള്ളത്തിനെ നമ്മള് പവിത്രമാക്കണം. സാധാരണ ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഈ നമ്മളുടെ നമ്മൾ തൊടുന്ന എല്ലാ വെള്ളവും ഗംഗയിലെ ജലം പരിശുദ്ധമാവട്ടെ എന്ന് നമ്മൾക്ക് സങ്കല്പിച്ചുകൊണ്ട് അതൊക്കെ ചെയ്യാം. ഈ നമ്മൾ വേദിക്കാൻ വെക്കണ എല്ലാ അർച്ചിക്കാനുള്ള എല്ലാ പൂവിലും ചന്ദനം കളിച്ചാണ് വെക്കുക. ചന്ദനത്തിന്റെ ഒരംശം അതിലുണ്ടാവണം. അതിൽ നമ്മൾ ചന്ദന വെള്ളം ഒന്ന് തളിക്കും. പിന്നീട് ശംഖപൂരണം. ശംഖില് ഈ വലത്തെ കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ശംഖില് ഒഴിക്കുക. അത് തിരിച്ച് കിണ്ടിയിലേക്കും എല്ലാം അങ്ങനെ ഒരു പ്രോസസ്സാണത്. കാരണം ജലം ഒഴുകി വരുന്നത് കാണിക്കാനുള്ളതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം കിണ്ടിയുടെയും മരലും ശംഖിന്റെ ആ ഷേപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴിക്കുമ്പോ ഒഴുകി വരുന്ന, അല്ലെ നമ്മളെപ്പോഴും പറയാം അങ്ങനെ ഒഴുകുന്ന ജലത്തിന് അശുദ്ധി ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ ഒഴുകുന്ന ജലമാക്കി മാറ്റുന്നതായിരിക്കാം. പിന്നെ കിണ്ടിയിലെ വെള്ളം അത്യാവശ്യം ഭക്ഷിക്കുക എന്ന് പറയും. കിണ്ടിയുടെ വായ എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ഭാഗത്തിന് അത് അടച്ചു പിടിച്ചിട്ട് ഒന്ന് ഒഴിയുക. എന്നിട്ട് അതൊക്കെ ആ മുകളിൽ കൂടെ വെള്ളം എടുക്കുക. എന്നിട്ട് കിണ്ടിയിലേക്ക് തന്നെ ഒഴിക്കുക. പറയും. അങ്ങനെയാണ് പറയുന്നത്. അതാണ് കിണ്ടിയുടെ വായയോടെ ഒന്ന് മൂടിയിട്ട് ഒന്ന് ഉഴിയ. എന്നിട്ട് മുരളിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കിണ്ടിയിലേക്ക് തന്നെ ഒഴിക്കുക. അങ്ങനെയാണ് ഞാൻ ധരിച്ചേക്കണത്. എന്തെങ്കിലും ഇനി സ്ഥലത്തിന്റെയും ഇതിന്റെയും ഒക്കെ വ്യത്യാസം അനുസരിച്ച് ഉണ്ടാവുമെന്നൊക്കെ അറിയില്ല കേട്ടോ. എനിക്ക് എന്റെ ഒരു രീതി മാത്രമേ അറിയുള്ളൂ. ധാരാളം അങ്ങോട്ടും, കാരണം വിവാഹം കഴിഞ്ഞിട്ട് മധ്യ കേരളത്തിൽ തന്നെ ആയതുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുള്ളതൊന്നും വലിയ ഐഡിയ ഇല്ല. എന്നിട്ട് ആത്മാരാധന നടത്തും. അതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാനത് ചില ചെയ്ത് കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ പഠിച്ചപ്പോ അങ്ങനെ പഠിച്ചിട്ടില്ല. എങ്കിലും കിണ്ടിന്ന് ഒരു എന്താ പറയാ ചന്ദനവും പൂവും വെള്ളവും ഒക്കെ കൂടി വിട്ടെടുത്തിട്ട് തുളസി പൂവിന്റെ കൊണ്ട് തലയിലേക്ക് ആത്മനേ നമ അന്തരാത്മനേ നമ പരമാത്മനേ നമ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ജപിച്ച് കളിക്കുന്നതിന്റെ പോലെ ഒന്ന് വലുതായിരിക്കാം അത്. നമ്മളും ശുദ്ധമാവണല്ലോ. ഈ ശുദ്ധമായ വെള്ളത്തിൽ നമ്മളും കൂടി ഒന്ന് ശുദ്ധമാകുന്നതായിരിക്കാം. ഇതൊന്നും മുഴുവൻ ശാസ്ത്രീയമായിട്ട് നമുക്ക് അറിയില്ല. ഉണ്ടാവാം, ഉണ്ടാവാതൊന്നും ഇരിക്കില്ല. വെറുതെ ഒന്നും പഴയ ആൾക്കാർ തോന്നിയത് കാണിക്കൊന്നുമില്ല. കൃത്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് ജപിച്ച് തളിക്കാം. ജപിച്ച് തളിക്കുന്ന മന്ത്രമുണ്ട്.
അതും ഞാനൊന്ന് ഷെയർ ചെയ്യാം. ദിതിക്രാബ്നോ അകാരിഷം ജിഷ്ണോരശ്വസ്യ വാജിന സുരഭിനോ മുഖാകരൽ പ്രണ ആയോംഷിതാരിഷൽ ആപോഹിഷ്ഠാമയോഭവ ഭുവസ്ഥാന ഊർജേ ദധാതന മഹേരണായ ചക്ഷസേ. ഈ ഓരോ നിർത്തലിന്റെ അവിടെയും നമ്മള് ആ വെള്ളം ദേവന് തളിക്കും. അതാണ് തിരിച്ചു തളിക്കുക. യോ ശിവതമോരസ സസ്യ ഭാജയതേഹന ഉശരീരിവ മാതര തഥാ അരംഗമാമോ യസ്യക്ഷയാജിന്യഥ ആലോചന യഥാചന. ഇതിന് ശേഷം ഓരോ നമ്മളിപ്പോ ഗണപതിയുടെ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഗണപതിയുടെ അപ്പൊ ഗണപതിക്ക് ശ്രീ മഹാഗണപതി എന്ന് പറഞ്ഞ ഗണപതിക്ക് ഒരു പൂവ് ചന്ദനത്തിൽ സാധാരണ മൂർത്തി ഉണ്ടെങ്കിൽ ചന്ദനത്തില് ആ പൂവ് തൊട്ടിട്ട് ആ അതങ്ങോട്ട് വയ്ക്കും, അവിടെ പറ്റിച്ച് വെക്കും, തൊട്ട് തൊടിയിക്കണ പോലെ. അങ്ങനെയാണ് പതിവ്. കഴിഞ്ഞാൽ പിന്നെ ഗന്ധ പുഷ്പം, ജലം എന്ന് പറഞ്ഞാൽ ശംഖിലുള്ളതാണ് പതിവ്. ഗന്ധം, ചന്ദനം, പുഷ്പം, പൂവ്, അത് 3 പ്രാവശ്യം ശകല വെള്ളത്തില് ഒരു തുളസി പൂവ് എല്ലാം ഇതളാക്കി വെച്ചാലും ഈ തളിക്കാനുള്ളത് മാത്രം ഒരു 3-4 ഇലകളുള്ള അതിന്റെ ഒരു മുഴുവൻ കഷ്ണമാണ് തുളസിക്ക് ഇതിന് വെക്കുക. അപ്പൊ അത് ശംഖിൽ നിന്നെടുത്ത് ഈ ഓരോ പ്രാവശ്യവും ശ്രീ മഹാഗണപതി നമഃ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ മൂർത്തിക്ക് അത് തളിക്കുക. അത് കഴിഞ്ഞാൽ ചന്ദനം വെള്ളം അതുപോലെ അതും അതുപോലെ തളിക്കുക. പിന്നെ 3 പൂ ശ്രീ മഹാഗണപതി എന്ന് പറഞ്ഞിട്ട് അത് 3 പ്രാവശ്യമല്ല. കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ നമ്മുടെ മുമ്പിൽ കുറച്ച് സ്ഥലം ഈ കിണ്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ മൂർത്തിയുടെ അവിടുന്ന് ഒരു ഇത്തിരി നീക്കി കുറച്ച് സ്ഥലം ഉണ്ടാവണം. കാരണം നിവേദ്യ വസ്തുക്കൾ വെക്കണം. ഇപ്പൊ നിവേദിക്കാൻ ആവശ്യമുള്ള പ്രാഥമിക സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കൊടുക്കാനുള്ള സാധനം അവിടെ വെച്ചിട്ടില്ലേ. അപ്പൊ അത് അവിടെ ഒന്ന് തളിച്ച് മെഴുകി ഒരു പൂവിടുക. തളിച്ച് മെഴുകുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തളിച്ച് മെഴുകുക. പണ്ട് ചാണകം കൂട്ടി സ്ഥലത്താവും. ഇപ്പൊ ടൈൽസ് ഒക്കെ ഇട്ട സ്ഥലത്ത് പോയി ചാണകം കൂട്ടി കളിക്കണം എന്ന് അതൊക്കെ അതാണ് പറഞ്ഞത്. അതൊക്കെ ശാസ്ത്രീയമായിരുന്നു. കാരണം ഈ ഏറ്റവും നല്ല കീടനാശിനി കേട്ട ഒന്നാണ് ചാണകം. അപ്പൊ അനാവശ്യമായ കീടങ്ങളൊന്നും പെട്ടെന്ന് ഇടയ്ക്ക് കയറി വരില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ തളിച്ച് മെഴുകിയിരുന്നത്. അത് വിചാരിച്ചത് വെറുതെ ഒരു സ്ഥലത്ത് ചെയ്യണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒന്നും കൂടുതൽ എനിക്ക് പറയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള വസ്തുക്കളാണ് പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും തളിച്ച് മെഴുകുക. അവിടെ ഒരു പൂ വെച്ചിട്ട് അതിന്റെ മീതെ എന്താണ് നമ്മൾ നിവേദിക്കാൻ ഉപയോഗിക്കുന്നത്. ഏറ്റവും മിനിമം ശർക്കരയെങ്കിൽ, ശർക്കര ഇല്ലാതെ പായസമാണെങ്കിൽ പോലും അതിന്റെ മീതെ ഒരു ശർക്കര കഷ്ണം ഇടുമെന്നാണ് കഥ. അപ്പൊ അതിലോ മലരോ അങ്ങനെയൊക്കെ ശർക്കര ഇട്ടിട്ട് അവിടെ വയ്ക്കുക. അതിനെ ഉപസ്തരിക്കുക എന്ന് പറയും. ഉപസ്തരിക്കുക എന്ന് പറഞ്ഞാൽ നെയ്യ്. അപ്പൊ നെയ്യ് സാധാരണ തുളസിപ്പൂവിലാണ് ആ നെയ്യ് ഒക്കെ അങ്ങോട്ട് വരാറുള്ളത്. അപ്പൊ ഒരു പൂവിട്ട പോലെയും കൂടി ആയി. അതിനുശേഷം ഇനിയാണ് നമ്മൾ നിവേദിക്കാനുള്ള ആ ഭഗവാന് കൊടുക്കാൻ തയ്യാറാവുകയാണ്. അപ്പൊ അതിന് ഒന്നുകൂടി മഹാഗണപതി എന്ന് പറയുന്ന പൂവ് അർച്ചിച്ചതിന് ശേഷം ഈ നമ്മള് വച്ച ആ നിവേദിക്കാൻ വെച്ച വസ്തു ഉണ്ടല്ലോ, ശർക്കരയോ അതിലും മലരോ ശർക്കര പായസം എന്താ ആവട്ടെ, അപ്പം സാധാരണ ഒറ്റയപ്പൊക്കെ ഉണ്ടാക്കി ഗണപതിക്ക് കഴിക്കുമ്പോ പെൺകിടാങ്ങൾ കഴിക്കുമ്പോ ഒറ്റയപ്പൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതേ അപ്പൊക്കെ എന്തായാലും അതിന് കുടിക്കേറി നമ്മൾ കണ്ടിട്ടുണ്ട് ധാരാളല്ലേ, ഒരുപാടൊക്കെ ചെയ്യണുണ്ട്. ഇത് ഭൂർഭവസ്വരവും എന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ച് വെള്ളം ഒഴിക്കും. ഈ ശംഖിലെ വെള്ളമാണ്. അപ്പോ പിന്നെ അമൃതമസി എന്ന് പറയുമ്പോ നമ്മൾ ആ വെള്ളം എടുത്തിട്ട് ആ വസ്തുവിലൊന്ന് തൊടും, നിവേദ്യ വസ്തുവിൽ. അപ്പൊ എന്തായാലും തൊട്ടാൽ നമ്മള് കഴിക്കാൻ വച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന വസ്തുവിൽ ഒന്ന് തൊട്ടാ കൈ കഴുകണം. അപ്പൊ അതുകൊണ്ട്
അതങ്ങോട്ട് വച്ചു കഴിഞ്ഞാൽ ഇടത്ത് കിണ്ടിയില്ല. കൈ കഴുകാൻ എന്ന് പറഞ്ഞാൽ ശുദ്ധമാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇടത്ത് കിണ്ടിയിൽ നിന്ന് എടുക്കുള്ളൂ. കൈ കഴുകാനുള്ള. അപ്പൊ കിണ്ടിയിൽ ചന്ദനോടത്തിലോ ശംഖിലോ വെള്ളം കുറവായ വലത്ത് കിണ്ടിയിൽ നിന്ന് എടുക്കുള്ളൂ. പക്ഷെ നമ്മളുടെ കൈ ശുദ്ധമാക്കണമെങ്കിൽ ഇടത്ത് കിണ്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അതൊന്ന് കൈ കഴുകുക. അമൃതമസി ഭൂർഭോസ് അമൃതമസി അതോപരണമസി എന്ന് പറഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം മുമ്പിൽ വീഴ്ത്തുക. അത് കഴിഞ്ഞിട്ട് പ്രാണാഹൂതി എടുക്കുകയാണ് നമ്മള്.